എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ടഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടഫ് അല്ല. ഓക്കെ, സ്കോപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം സ്കോപ്പ് ഉണ്ട്. കാരണം ഇപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ടഫ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കുറേ പേർക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. ഇവരെ സീനിയേഴ്സ് പറഞ്ഞതാവാം, അല്ലെങ്കിൽ ഇവരുടെ വേറെ ബന്ധുക്കളൊക്കെ പറഞ്ഞതാവാം, എന്ത് വേണമെങ്കിലും ആവാം. എഞ്ചിനീയറിംഗ് കയറി കഴിഞ്ഞാൽ സപ്ലൈ ആണ്, എഞ്ചിനീയറിംഗ് പഠിച്ചെടുക്കുക ബുദ്ധിമുട്ടാണോ, ഒന്നുമില്ല. ബേസിക് ആയിട്ടുള്ള സയൻസിലെ നോളജ് മാത്രം മതി, മാത്സിലെ നോളജ് മാത്രം മതി എഞ്ചിനീയറിംഗ് അടിപൊളിയാക്കാൻ. ഈവൻ +1 +2 നന്നായിട്ട് പഠിച്ചിട്ടില്ലാത്ത ഒരു കുട്ടിക്ക് പോലും 10ാം ക്ലാസ് വരെയുള്ള ബേസിക് മാത്സും ഫിസിക്സും അറിയാമെങ്കിൽ ഈസിയാണ് എഞ്ചിനീയറിംഗ്. അതിപ്പം CS ആയാലും ഇലക്ട്രിക്കൽ ആയാലും ഇലക്ട്രോണിക്സ് ആയാലും മെക്കാനിക്കൽ ആയാലും എന്തായാലും വളരെ സിമ്പിളാണ്. പിന്നെ അത് പഠിക്കണം. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ടൈമാണ് ഓരോ സെമസ്റ്റേഴ്സിന് കിട്ടുന്നത്. ആ സെമസ്റ്റർ, ആ ഒരു ടൈം എന്ന് പറയുന്നത് മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവർക്ക് എഞ്ചിനീയറിംഗ് ക്രാക്ക് ചെയ്യാൻ പറ്റും. പലപ്പോഴും ഈ ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു കോൺവെർസേഷൻ കേട്ടുകൊണ്ട് വരുന്ന കുട്ടികൾ ലാസ്റ്റ് എക്സാമാണ് ഇവർ പഠിക്കാനിരിക്കുന്നത്. ഇവർക്ക് വേണ്ടി ഇന്റേണൽ എക്സാം ഉണ്ട്, ഇന്റേണൽ എക്സാമിന് പ്രോപ്പറായിട്ട് പഠിക്കില്ല. എക്സാമിന് തലേദിവസം എന്തെങ്കിലും കാണിച്ചു കൂട്ടി പോയാൽ പോയി, പഠിച്ചാൽ പഠിച്ചു. പക്ഷേ ഫൈനൽ സെമസ്റ്റർ ആകുമ്പോൾ കുറേയൊക്കെ കുട്ടികൾ അവസാന നിമിഷം എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവസാന നിമിഷം കൊണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ച് തീർക്കാൻ പറ്റൂല. സോ അന്നുള്ള കാര്യങ്ങൾ അന്നന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ, ഇന്ന് അവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിയ റിസോഴ്സസോ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ബിഗ്.